പുലരിക്കായി മാറി മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഈശോയിൽ സ്നേഹിക്കപ്പെട്ടവരെ, ഈ മനോഹരമായ പ്രഭാതത്തില് നമ്മൾ ദൈവസന്നിധിയിലാ ഒന്നുചേരുക. പ്രഭാതം എന്ന് പറയുന്നത് ദിവസത്തിലേക്ക് തുറക്കുന്ന കവാടമാണ്. ഒരു പ്രഭാതത്തിലൂടെയാണ് നമ്മൾ ഒരു ദിവസത്തിലേക്ക് പ്രവേശിക്കുക. ഓരോ ദിവസവും നമുക്ക് നൽകുന്ന ഒരുപാട് അധ്വാനങ്ങൾ, മാനസികമായ പിരിമുറുക്കങ്ങൾ, ഒരുപക്ഷെ സങ്കടങ്ങൾ, വിജയങ്ങൾ, സന്തോഷങ്ങൾ എല്ലാം ചേരുന്നതല്ലേ ഒരു ദിവസം. അപ്പോൾ നമ്മൾ ഈ പ്രഭാതത്തിലൂടെ നമ്മൾ ഈ ദിവസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ദൈവത്തിന്റെ കരുണയോടെ, ദൈവത്തിന്റെ ആശീർവാദത്തോടെ പ്രപഞ്ചനാഥനായ ദൈവത്തിലേക്ക് തുറക്കുന്നതല്ലേ ഈ പ്രഭാതം എന്ന് പറയുക. കോടാനുകൂടി മനുഷ്യരിലേക്ക് തുറക്കുന്നതല്ലേ ഈ പ്രഭാതം എന്ന് പറയുക. ജീവജാലങ്ങളിലേക്ക്, പ്രപഞ്ചത്തിലേക്കൊക്കെ നമ്മളെ ഈ പ്രഭാതം കടത്തിക്കൊണ്ടു പോകുന്നുണ്ട്. അങ്ങനെയുള്ള ഈ പ്രഭാതത്തിൽ നമ്മൾ കർത്താവിന് തിരുമുമ്പിലായിരിക്കുക. ഭാരതീയ ആധ്യാത്മിക ഭാഷയിൽ അതിന് ഉപാസന എന്നാ പറയുന്നത്. ദൈവത്തോടുകൂടി ദൈവസന്നിധിയിലിരിക്കുക. അപ്പോ തിരുമുഖം ദർശിച്ചു, തിരുശബ്ദം ശ്രവിച്ച് നമ്മൾ ഈ സമയം ദൈവത്തോടുകൂടി ആയിരിക്കുന്നു. എത്ര ശ്രേഷ്ഠകരമായ ഒരു കാര്യമാണതെന്ന് കർത്താവ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ശാന്തമായി ഈ സമയം ദൈവവചനത്തിന് മുമ്പിൽ ഈ ദിവസത്തെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിരിക്കാം. നമുക്ക് ഈ ദിവസത്തെ കർത്താവിന്റെ കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കണ്ണുകളൊക്കെ അടച്ച് ദൈവ സാന്നിധ്യത്തിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുവന്ന് നമുക്ക് ഒന്നു ചേർന്ന് പ്രാർത്ഥിച്ചിരിക്കാം. നല്ല ദൈവമേ, ഒരു മനോഹരമായ പ്രഭാതം കൂടി ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന അങ്ങയുടെ കൃപയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പ്രഭാതത്തിലൂടെ ഞങ്ങൾ ഈ ദിവസത്തിലേക്ക് പ്രവേശിക്കുന്നു. ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ സങ്കടങ്ങളോ ഒക്കെ ഞങ്ങളുടെ നേരെ വന്നു എന്നിരിക്കാം. ചിലപ്പോൾ അങ്ങയുടെ അനുഗ്രഹത്താൽ ഞങ്ങൾ വിജയത്തിലേക്കും സന്തോഷത്തിലേക്കും പോയെന്നിരിക്കാം. എല്ലാം ഈ ദിവസത്തിന്റെ ഭാഗമായി കണ്ടുകൊണ്ട് അങ്ങയുടെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഈ ദിവസം സന്തോഷകരമായി ചെലവഴിക്കുവാൻ, ഞങ്ങൾ കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികൾക്കും സന്തോഷം കൊടുക്കാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിച്ച് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ തിരുക്കരം നീട്ടി ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഈ പ്രഭാത വിരുന്നിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും, അവരുടെ കുടുംബങ്ങളെയും, ഇതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാവരെയും അങ്ങയുടെ കൃപകളാൽ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിനെ അഭിഷേകം ചെയ്യണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതിനെയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തുതി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. വൃക്ഷലതാദികൾ കുളിർക്കാറ്റിൽ കുളിർമ കൊള്ളുന്ന പോൽ ദൈവമേ, നിൻ ആർദ്രമാമനുകമ്പയാൽ നിൻ ജനം കുളിർന്നേടട്ടെ. തൂമഞ്ഞിൽ വിടരും
പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. നമ്മളിനി വചന ധ്യാനത്തിലേക്കാ പോവുക. ഇത് നമ്മുടെ ധ്യാനത്തിനു വേണ്ടി നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന വചനം യോഹന്നാന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിലെ നല്ല ഇടയനെ കുറിച്ച് ഈശോ തന്നെ പറയുന്ന ഏതാനും വാക്കുകളാണ്. നമുക്കത് ശ്രദ്ധിക്കാം. സത്യം സത്യമായി നിങ്ങളോട് ഞാൻ പറയുന്നു, ഞാനാണ് ആടുകളുടെ വാതിൽ. എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. അവൻ അകത്തു വരികയും പുറത്തു പോവുകയും മേച്ചിൽസ്ഥലം കണ്ടെത്തുകയും ചെയ്യും. ഈ വചനങ്ങളെ ആഴങ്ങളിലേക്ക് നമ്മൾ ധ്യാനിച്ച് ചിന്തിച്ചൊക്കെ പോകുമ്പോൾ കിട്ടുന്ന വെളിച്ചങ്ങളെ, വെളിപാടുകളെ നമ്മുടെ ജീവിതത്തെ മനോഹരമാക്കാനുള്ള ഉപാധിയാക്കി നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. യേശു നമ്മോട് പറയും, യേശുവാണ് വാതിൽ എന്ന്. അവനിലൂടെയാണ് നമ്മൾ ദൈവത്തിലേക്കും മനുഷ്യരിലേക്കും കടന്നു പോവുക. കവി സച്ചിദാനന്ദന്റെ ഒരു കവിതയുണ്ട്. അതിന്റെ ഇതിവൃത്തം ഇങ്ങനെയാ. കവിതയുടെ ഇതിവൃത്തം: ഒരു മനുഷ്യൻ ഒരു പട്ടണത്തിലൂടെ, ഒരു നഗരത്തിലൂടെ ഒരു വാതിലും ചുമന്നുകൊണ്ട് പോവുകയാണ്. ആളുകളൊക്കെ അയാളെ കുറിച്ച് എന്തൊക്കെ വിചാരിച്ചു. എന്താ ഈ മനുഷ്യൻ കുറെ സമയമായിട്ടൊരു വാതിലും ചുമന്നുകൊണ്ട് ഇങ്ങനെ നടക്കുന്നത്? അയാളോട് ചോദിച്ചു, എന്താ കാര്യം? അയാൾ പറഞ്ഞു, ഈ വാതിൽ വെക്കാൻ എനിക്കൊരു വീട് വേണം. ഞാൻ വീട് അന്വേഷിച്ച് നടക്കുകയാണ്. ദിവസം മുഴുവൻ അയാൾ ആ നഗരത്തിലൂടെ ഈ വാതിലുമായിട്ട് നടന്നു. പക്ഷെ ഒരു വീട് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അയാളുടെ സ്വപ്നം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ഈ വാതിലിലൂടെ എന്റെ ഭാര്യയും മക്കളും എന്റെ സുഹൃത്തുക്കളും എല്ലാവരും കടന്നു വരുന്ന എനിക്ക് കാണണം. അതായിരുന്നു അയാളുടെ താല്പര്യം. ദിവസം മുഴുവൻ ഈ വാതിലും ചുമന്നിട്ട് നടന്നിട്ട് അയാൾക്കൊരു വീട് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവസാനം ആ വാതില് അയാൾക്കൊരു ഭാരമായി തീർന്നു എന്ന് പറഞ്ഞ കവി സച്ചിദാനന്ദന്റെ കവിത അവസാനിപ്പിക്കുക. അപ്പോഴ് വാതിൽ എന്ന് പറയുന്നതിന്റെ സാധ്യതയെ കുറിച്ച് നമുക്ക് ഒത്തിരി ചിന്തിക്കാൻ പറ്റും. ആ പദത്തിന് എന്തുമാത്രം ആഴവും അർത്ഥമുണ്ടെന്നറിയാമോ? അതുകൊണ്ടാണ് യേശു പറയുക, ഞാനാണ് വാതില്. എന്നിലൂടെ പ്രവേശിക്കുന്ന അകത്തു വരികയും പുറത്തു പോവുകയും ചെയ്യും. അപ്പൊ യേശു തന്നെയാണ് നമ്മുടെ വാതിലെന്ന് അവിടുന്ന് പറയുമ്പോൾ ആരാണ് യേശു? നമുക്ക് ചിന്തിച്ചു പോകണം. കർത്താവ് ദൈവവും മനുഷ്യനുമാണ്. യേശുവാകുന്ന വാതിലിലൂടെ നമ്മൾ ദൈവത്തിലേക്ക് പ്രവേശിക്കുന്നു, അകത്തേക്ക് പ്രവേശിക്കുകയാണ്. ദൈവമാകുന്ന ആ വലിയ സത്യത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നത്, പ്രവേശിക്കുന്നത് യേശുവിലൂടെയാണ്. അപ്പൊ ദൈവികതയിലേക്ക് കടക്കാനുള്ള വാതിലാകുന്നു യേശു. അതുപോലെ തന്നെ അതിന്റെ മറുവശം എന്ന് പറയുന്നത്, യേശു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായതുകൊണ്ട് മനുഷ്യത്വത്തിലേക്ക് കടക്കാനുള്ള വാതിലാണ് യേശു എന്ന് നമുക്ക് പറയാൻ പറ്റും. അവൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം നമുക്ക് ഓർക്കണം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, ദൈവമായിരുന്നു വചനം. അപ്പോൾ വചനമായ യേശു മനുഷ്യത്വത്തിലേക്ക് കടന്നു വരിക. ദൈവ മനുഷ്യ സംഗമത്തിന്റെ വേദി യേശുവാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അവൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണെന്ന് യോഹന്നാൻ അപ്പോസ്തലൻ തന്റെ ലേഖനം അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞു വെക്കുന്നുണ്ട്. അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു എന്നാ പറയുക. സത്യദൈവവും നിത്യജീവനുമായ യേശുവിലേക്ക് നമ്മൾ പ്രവേശിക്കുക. നമ്മൾ ഓർക്കണേ, യേശുവെന്ന് പറയുന്ന വ്യക്തിയിലേക്ക് കടക്കണം. അവൻ നമ്മുടെ വാതിലായിത്തീരുക. യേശുവിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ നമ്മൾ ദൈവികതയിലേക്കും കടന്നു പോകും, മാനുഷികതയിലേക്കും കടന്നു വരും. അങ്ങനെ ദൈവികതയെയും മാനുഷികതയും യോജിപ്പിക്കുന്ന വ്യക്തിയാണ്, സംഗമിക്കുന്ന വേദിയാണ് യേശുവെന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ മനസ്സിലാക്കുക. ഒരുപക്ഷെ നമ്മളൊക്കെ കുറച്ചുകൂടെ ഗൗരവത്തോടെ കാണേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ വിശുദ്ധ കുർബാന സ്വീകരണം. യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ 54-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ എന്താ കേൾക്കുക? എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. ഓരോ വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെയും യേശു നമ്മളിലേക്ക് വരുന്നു എന്ന് നമ്മൾ പറയുന്നത് പോലെ നമ്മൾ യേശുവിലേക്ക് പോവുകയാണ്. അപ്പൊ ഒരു വിശുദ്ധ കുർബാന സ്വീകരണം എന്ന് പറഞ്ഞ ഒരു ചടങ്ങായിട്ട് പലപ്പോഴും നമ്മൾ മാറ്റി വെറുതെ നിരച്ചേരുന്ന അനുഭവങ്ങളൊക്കെ നമുക്കുണ്ടോ? അത് ശരിയല്ല. പക്ഷെ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ നമ്മൾ നിരച്ചേരരുത്. ഒരു വിശുദ്ധ കുർബാന സ്വീകരണം എന്ന് പറയുന്നത് യേശുവിലേക്കുള്ള കടന്നുപോക്കല. അവൻ നമ്മുടെ വാതിലായി തരുക. ഞാനാണ് നിങ്ങൾക്ക് വാതിൽ എന്ന് പറയുന്നത് ഒരു വിശുദ്ധ കുർബാന സ്വീകരണത്തിൽ എത്രയോ അർത്ഥവത്തായി മാറുന്നു. ഈ ഗൗരവം മനസ്സിലാക്കാതെ പലപ്പോഴും വിശുദ്ധ കുർബാന സ്വീകരണത്തിലേക്ക് കടന്നു പോകുന്ന ആളുകളുണ്ടെന്നാ ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുള്ളത്.
അതുകൊണ്ട് ഗൗരവത്തോടെ നമ്മൾ അതിനെ കാണണം. ഈശോ ദൈവത്തിലേക്ക് അല്ലെങ്കിൽ ദൈവികതയിലേക്ക് കടക്കാണ് നമ്മുടെ വാതിലാണ്, മനുഷ്യത്വത്തിലേക്ക് കടക്കാണ് നമ്മുടെ വാതിലാണ് നമ്മൾ കാണുന്നത്. യേശുവിലേക്ക് വന്നു കഴിയുമ്പോൾ, യേശുവിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ, വാതിലായ യേശുവിൽ നമ്മൾ കടന്നു കഴിയുമ്പോൾ നമ്മൾ ദൈവിക മനുഷ്യരായിത്തീരുന്നു എന്നുള്ളതാണ് പ്രത്യേകത. നമ്മളിലുണ്ട് ഈ ദൈവികതയും ഈ മാനുഷികതയൊക്കെ. പക്ഷെ പലപ്പോഴും നമ്മളത് വേണ്ടത്ര ഗൗരവത്തോടെ കാണാത്തത് കൊണ്ട് നമ്മളിലൂടെ ദൈവികതയും മാനുഷികയും നമ്മൾ മറന്നു കളയുകയാണ് ചെയ്യുക. അങ്ങനെ വരരുത്. നമ്മളിലുള്ള ദൈവികതയെക്കുറിച്ച് നമുക്ക് എപ്പോഴും ഗൗരവത്തോടെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. നഷ്ടപ്പെട്ടു പോകുന്ന ദൈവികതയെക്കുറിച്ച് നമുക്ക് ഒത്തിരി ധ്യാനിക്കാനുള്ളത്. നഷ്ടപ്പെട്ടു പോകുന്ന മാനുഷികതയും ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് നമ്മൾ യേശുവിന് തുല്യം ദൈവമക്കളുടെ പദവിയിലേക്ക്, ദൈവപുത്ര സ്ഥാനത്തേക്ക് നമ്മൾ ഉയർത്തപ്പെടുക എന്ന് നമ്മൾ ഓർക്കുന്നു. പക്ഷെ നമ്മൾ ആദിയിൽ ഒരു വചനം നമുക്ക് സൂചന നൽകുന്നുണ്ട്. ആദി മാതാപിതാക്കന്മാരുടെ കഥ പറയുന്നിടത്ത് ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായത്തില് 5-ാമത്തെ വാക്യം പറയും, ഹവ്വയോട് പിശാച് പറഞ്ഞു, സാത്താൻ പറഞ്ഞു, ഈ പഴം കഴിച്ചാൽ ദൈവത്തെ പോലെയാകുമെന്നാ പറഞ്ഞത്. ദൈവത്തെ പോലെയാകുക, ഒരു വലിയ വ്യക്തിത്വത്തിലേക്ക് അല്ലെങ്കിൽ പ്രപഞ്ചനാഥന്റെ വ്യക്തിത്വത്തിലേക്ക് കടന്നു നിൽക്കാനുള്ള പ്രേരണ, ഒരു പ്രലോഭനം. ദൈവത്തെ പോലെയാവുക. ആ സ്ത്രീ അത് കേട്ടപ്പോ അതിലേക്ക് ആകൃഷ്ടയായി നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ സാത്താൻ എന്താ പറഞ്ഞു കൊടുത്തത്? ദൈവത്തെ പോലെയാകുമെന്നാ പറയുക, ദൈവികരാകുമെന്ന് പറയുന്നില്ല. നമുക്ക് വേണ്ടത് ദൈവത്തെ പോലെയാവുകയല്ല, ദൈവികരാകുകയാണ്. അന്ന് ആ പഴം ഭക്ഷിച്ചപ്പോൾ ദൈവത്തെ പോലെ ആകാനുള്ള ഒരു അഹന്തയുടെ ചിന്തയാ ആദ്യം ആ സ്ത്രീയിലുണ്ടായിരുന്നു നമ്മൾ കാണുന്നു. അതേസമയം വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ പോലെയല്ല, ദൈവികരായി മാറുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് കൊണ്ട് നമുക്ക് വളരെ വ്യത്യാസപ്പെട്ട ഒരുപാട് മനോഭാവങ്ങളിലേക്കൊക്കെ കടന്നു പോകാം. തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, നമ്മൾ ഓർക്കുക. ദൈവവചനം നമുക്ക് നൽകുന്ന വെളിപാടുകളൊക്കെ വളരെ ശക്തമാണ്. ദൈവികരായി തീരുമ്പോൾ അതേക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ വളരെ കൃത്യമായ ചില പഠനങ്ങൾ നമുക്ക് തരുന്നുണ്ട്. 2 കൊരിന്ത്യർ 5:17 നമ്മൾ വായിക്കുമ്പോൾ യേശുവിലേക്ക് വരുന്ന ഓരോ വ്യക്തിയും പുതിയ വ്യക്തിയായിത്തീരുന്നു എന്നാ പറയും. പുതിയ മനുഷ്യരായിത്തീരുന്നു. പുതിയ മനുഷ്യനും പുതിയ മനുഷ്യന്റെ വീക്ഷണങ്ങളോ താല്പര്യങ്ങളോ പുതിയ മനുഷ്യന്റെ ചൈതന്യമോ ശക്തിയോ ഒക്കെ ലഭിക്കുന്നു. അപ്പോൾ ദൈവത്തിലേക്ക്, ക്രിസ്തുവിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ പുതിയ മനുഷ്യരായി മാറുന്നുവെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ളൊരു അവസ്ഥയിലേക്കുള്ള കടന്നുപോക്കൽ നമുക്ക് ആവശ്യമായിട്ട് വരികയാണ്. നമുക്കറിയാം, ഒരുപാട് അനുഭവങ്ങളൊക്കെ ഈ വേദിയിലൊക്കെ നമുക്കൊക്കെ ഉണ്ട്, അല്ലെ? നമ്മൾ കാണാറുണ്ട്. നമ്മുടെ തന്നെ സ്വന്തം അനുഭവങ്ങളും ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതല്ലേ? എനിക്കറിയാം, ഒരു മനുഷ്യൻ അവന്റെ അയൽക്കാരനുമായിട്ട് ഭയങ്കര ശത്രുതയിലായി. ഒരു ദിവസം ഇവർ തങ്ങളിൽ ശണ്ഠയുണ്ടായി. അവസാനം ഞാൻ അവനെ കൊല്ലുമെന്ന് പറഞ്ഞു നടക്കുന്ന ഒരു മനുഷ്യൻ, സൗകര്യം കിട്ടി തട്ടുമെന്ന് വെച്ചാ പറയാം. നോക്കണേ, എത്ര ക്രൂരമായ പൈശാചികമായ ഒരു അവസ്ഥയിലേക്ക് ഈ മനുഷ്യൻ പോയി. അപ്പോ ആ മനുഷ്യനെ പലപ്പോഴും കാണാനും വിളിച്ചിരുത്തി വർത്തമാനം പറയാനും വചനം വായിച്ച് കേൾപ്പിക്കാനും ഒക്കെ ഞാൻ എന്റെ കഴിവനുസരിച്ചൊക്കെ പരിശ്രമിച്ചു. അവസാനം ഞാൻ തന്നെ പറഞ്ഞ ശരിയാകാത്ത ചില കാര്യങ്ങൾ ദൈവം ഇടപെടുമ്പോൾ ശരിയാകുമെന്ന് എനിക്കറിയാം. ഞാനതുകൊണ്ട് ആ മനുഷ്യനെ ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ചു ദിവസം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ഇയാൾ ഞാൻ ചെന്ന് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ഞാനൊരു ധ്യാനത്തിനുള്ള സ്ഥലം ശരിയാക്കി തരാം, ഒന്ന് പോകുമോ? അതിന് കാശ് വേണ്ടേ അച്ഛാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കാശിനെ കുറിച്ചുള്ള ആഗ്രഹമാണെങ്കിൽ അത് ഞാൻ ശരിയാക്കി തന്നോളാം, രജിസ്ട്രേഷനൊക്കെ ഞാൻ ചെയ്തോളാം, ഒന്നും വേണ്ട, താങ്കളൊന്ന് പോയാലും മതി. ഏതായാലും പ്രാർത്ഥനയുടെ ബലം കൊണ്ടും നിർബന്ധം കൊണ്ടുമൊക്കെ അയാൾ ധ്യാനത്തിന് പോകാൻ ഇടവന്നു. ധ്യാനത്തിന് പോകാൻ ഇടവന്നിട്ട് അയാൾക്ക് ദൈവികതയിലേക്ക് ഒരു വലിയ ക്ഷണം അവിടെ കിട്ടി. എന്നും കേൾക്കുന്ന വചനം കൊണ്ടും ചുറ്റുപാട് നിൽക്കുന്ന ആളുകളുടെ ഒക്കെ മാനസാന്തരത്തിന് മാതൃക കൊണ്ടുമൊക്കെ അയാൾ നല്ലൊരു കൗൺസിലിംഗ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഭയങ്കര വെറുപ്പും വൈരാഗ്യമൊക്കെ സൂക്ഷിച്ചിരുന്ന മനുഷ്യനുമായിട്ട് രമ്യപ്പെടാനുള്ള ഒരു കൃപ ദൈവം ഇയാൾക്ക് കൊടുത്തു. ധ്യാനം എല്ലാം കഴിഞ്ഞ് വന്നിട്ട് എന്നെ ഫോൺ വിളിച്ചു. അന്ന് മൊബൈൽ ഫോണൊന്നും ഇല്ലാത്തൊരു കാലമാണ്. ലാൻഡ് ഫോൺ വിളിച്ച് പറഞ്ഞു, അച്ഛാ ഞാൻ ധ്യാനത്തിന് പോയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യുമോ? ആ വലിയ വിരോധത്തിലും വെറുപ്പിലും ഉണ്ടായിരുന്ന ആ സുഹൃത്തിന്റെ, പഴയ സുഹൃത്താണല്ലോ, ഇപ്പോഴത്തെ ശത്രുവിന്റെ അടുക്ക് പോയി ഒന്ന് രമ്യപ്പെട്ടിട്ട് വരുമോ? ഞാൻ കൂടെ വേണേ വരാം. കണ്ടച്ചാ ഞാൻ തന്നെ പൊക്കോളാന്ന് പറഞ്ഞു. ഈ മനുഷ്യൻ ധ്യാനമെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിൽ വന്നിട്ട് വേഷമൊക്കെ മാറി സാധാരണ നാടൻ കൈരുമുണ്ടും ഒക്കെ എടുത്ത് ഈ വഴക്കുണ്ടാക്കിയ ആളുടെ വീട്ടിലേക്ക് കയറി ചെല്ലുക. നോക്കിപ്പോണ്ടേ ശത്രു വരുന്നു. ഇവരെന്തിനാ വരുന്നത് ഇയാൾക്ക് അറിഞ്ഞുകൂടാ. ഇയാൾ ആകെപ്പാടെ പേടിച്ച് ഇനി വഴക്കനാണ് വരുന്നത് എന്നറിഞ്ഞുകൂടാ. അയാൾ പറഞ്ഞു, വീടിൽ 2ാം നിലയ്ക്ക് എറിയും. താഴെ വന്ന് മണിയടിച്ചു, കോളിംഗ് ബെൽ അടിച്ചു. അതിനുശേഷം അവിടെ നിന്ന് വളരെ കാര്യമായിട്ട് വിളിച്ചപ്പോൾ ഇയാൾ വളരെ മടിച്ചും ചാടി ഇറങ്ങി വന്നു. അയാൾ വളരെ സ്നേഹത്തിൽ, ഇറങ്ങി പാടൂ, തന്നെ ഞാനൊന്നും ചെയ്യാനൊന്നും വന്നതല്ല, തന്നോട് ഒരു നല്ല കാര്യം പറയാൻ വന്നതാ. അപ്പൊ ഇയാൾക്ക് ആത്മവിശ്വാസം ഇറങ്ങി വന്നു, ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെയാണല്ലോ വേണ്ടത്. ശത്രുവാണെങ്കിലും
നമ്മുടെ വീട്ടിൽ വന്ന് എഴുന്നേറ്റിരിക്കാൻ പറഞ്ഞു. അയാൾ ഇരുന്നു. എന്നിട്ട് ഇയാൾ എഴുന്നേറ്റിട്ട് ഈ മനുഷ്യനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, അതെ, അങ്ങനെയൊക്കെ സംഭവിച്ചെന്നേ ഉള്ളൂ. എനിക്ക് ദൈവം ഒരു അവസരം തന്നു വെറും കഠിനമായ മാനുഷികമായ ചിന്തകളിൽ നിന്ന് ദൈവികതയിലേക്ക് കടന്നു പോകാൻ. അവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഇത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ വീട്ടിന്റെ പതുക്കേക്ക് എത്തുന്നത്. പിന്നീട് കുറച്ചു സമയം കഴിഞ്ഞത് പിന്നെയാ. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, ദൈവികതയിലേക്ക് കടന്നു വരുമ്പോ നമുക്ക് അസാധ്യമാണെന്ന് തോന്നുന്ന പല കാര്യങ്ങളും ദൈവം സാധ്യമാക്കി തരും. നമുക്കൊരു സമയം, ഒരു നിമിഷം നമുക്ക് കരങ്ങളൊക്കെ ഒന്ന് ഉയർത്താം. എന്തിനാണെന്നറിയാമോ? ഒന്ന് പ്രാർത്ഥിക്കാം. നമ്മളിലുള്ള വെറും മനുഷ്യന്റെ, സാധാരണ മനുഷ്യന്റെ ചിന്തയില് ചിലപ്പോൾ നമുക്ക് പൊറുക്കാനാവില്ല, ക്ഷമിക്കാനാവില്ല എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ചിന്ത ഉള്ളിൽ ഈ സമയം കിടപ്പുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തിന് സമർപ്പിക്കാം. എന്നിട്ട് നിന്റെ ദൈവികത കൊണ്ട് നിറച്ച് തമ്പുരാനെ അതെല്ലാം എടുത്തു മാറ്റി പകരം ദൈവികമായ ചിന്തകൾ, ദൈവികമായ തോന്നിപ്പുകളൊക്കെ തന്ന് ക്ഷമിക്കാനും പൊറുക്കാനും സ്നേഹിക്കാനും പ്രാർത്ഥിക്കാനും സഹായിക്കാനുമുള്ള ദൈവികമായ കൃപ നൽകി അനുഗ്രഹിക്കണം. നമുക്കൊരു നിമിഷം തമ്പുരാനോട് പ്രാർത്ഥിക്കാം. ആമേൻ. ഇനി നമുക്കിതിന്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ വരുമ്പോ ക്രിസ്തുവിന്റെ മാനുഷികതയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക. ദൈവമായിരുന്നു അവിടുന്ന് എന്നതിന് നമുക്ക് തർക്കിക്കേണ്ട കാര്യമില്ല. ദൈവികതയുടെ നിറവായിരുന്നു ക്രിസ്തുവിനുണ്ടായിരുന്നത്. അതുകൊണ്ടല്ലേ അവൻ നമ്മളൊക്കെ ചെയ്യാൻ നമുക്കൊക്കെ പറ്റുകയില്ല എന്ന് പറയുന്ന കാര്യത്തിനപ്പുറം നിന്നുകൊണ്ട് അവൻ വലിയ ദൈവികമായ കാര്യങ്ങളിലേക്ക് കടന്നുപോയത്. അതേസമയം ദൈവികതയേക്കാൾ കൂടുതലായിട്ട് അവന്റെ മാനുഷികതയാ നമ്മളെ ആകർഷിക്കുക. വെറും മനുഷ്യനായി നിന്ന ക്രിസ്തു, അവൻ ആ മാനുഷികതയുടെ പൂർണ്ണത ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും കൊടുത്തു. എന്തുമാത്രം സ്നേഹം കൊടുത്തു! അത് മാനുഷികതയുടെ ഏറ്റവും ശക്തമായ ഒരു ഭാവം. എന്തുമാത്രം ക്ഷമ കൊടുത്തു! കുരിശിൽ കിടന്നുകൊണ്ട് ശത്രുക്കളോടൊക്കെ ക്ഷമിച്ച് പ്രാർത്ഥിക്കുക. അതോ ഈ വിധത്തിലൊക്കെ പീഡിപ്പിച്ച ആളുകളോട്. യൂദാസിനെ സ്നേഹിത എന്ന് വിളിച്ചു. പത്രോസിനെ തള്ളിപ്പറഞ്ഞ പത്രോസിന് പരമാധികാരം കൊടുത്ത് സഭയുടെ അധികാരിയാക്കി. എന്നിട്ട് ഒരൊറ്റ ചോദ്യമാ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? അപ്പോൾ മാനുഷികത വന്ന് നിറഞ്ഞു കഴിയുമ്പോ ആ മാനുഷികതയുടെ നിറവില് ഒരുപാട് മനുഷ്യരെ കീഴടക്കാൻ നമുക്ക് സാധിക്കുമെന്ന് ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുകയാണ്. മനുഷ്യര് പോലും വിലമതിക്കും നമ്മുടെ വലിയ പാണ്ഡിത്യമോ ശാസ്ത്രജ്ഞാനമോ ഒന്നുമല്ല, മാനുഷികതയാണ്. നമ്മളൊരു വ്യക്തിയുടെ അടുത്ത് ചെല്ലുമ്പോ ആ വ്യക്തി നമ്മളെ വളരെ മാനുഷികതയോടെ സ്വീകരിക്കുന്നു, മാനുഷികമായ അനുഭവങ്ങൾ നമുക്ക് നൽകുന്നു, നല്ല മനുഷ്യനായിട്ട് നമ്മുടെ പെരുമാറുന്നു. അതെന്റെ ഹൃദ്യമായിട്ട് തോന്നുന്ന കാര്യം. അതുകൊണ്ട് മാനുഷികതയ്ക്ക് ഒരുപാട് വിലയുണ്ടെന്ന് നമ്മൾ കണ്ടെത്തുകയാണ്. കർത്താവ് തന്നെക്കുറിച്ച് തന്നെ പറഞ്ഞതാ, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ്. ഇതിൽ പഠിക്കണം നിങ്ങൾ. അങ്ങനെയാകുമ്പോൾ മാനുഷികതയിൽ ഒരുപാട് പാഠങ്ങൾ നമുക്ക് ക്രിസ്തുവിൽ നിന്ന് പഠിക്കാനുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുക. അപ്പോ യേശുതമ്പുരാന്റെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ അവൻ നമുക്ക് വാതിലാണെങ്കിൽ ദൈവികതയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് പോലെ തന്നെ അവന്റെ മാനുഷികതയിലേക്ക് നമ്മൾ പ്രവേശിക്കുക. നല്ല മനുഷ്യരായിത്തീരുക, മനുഷ്യത്വത്തോടെ പെരുമാറാൻ സാധിക്കുക, മനുഷ്യത്വത്തോടെ പ്രതികരിക്കാൻ സാധിക്കുക, മനുഷ്യത്വത്തിന്റെ നല്ല നല്ല അനുഭവങ്ങൾ നമ്മൾ ചുറ്റുമുള്ളൊക്കെ കൊടുക്കാൻ സാധിക്കുക എന്നൊക്കെ പറയും. നമുക്കതൊക്കെയാ ചെയ്യാനായിട്ടുള്ളത്. ഈ ദിവസങ്ങളിലൊക്കെ തമ്പുരാന്റെ തിരുമുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടെ നമ്മുടെ മനസ്സുകളെ ചിന്തകളെയൊക്കെ കൊണ്ടുവരാം. അപ്പൊ നമുക്ക് കാണാൻ സാധിക്കും, ക്രിസ്തുവിന്റെ തോതനുസരിച്ച് പക്വതയുള്ള മനുഷ്യരായി തീരുന്നത് വരെ തുടരേണ്ട ഒരു പരിപാടിയാണിത്. അല്ല, ഒരു നിമിഷം ആയാൽ പോലെ എല്ലാ ദിവസവും നമ്മൾ ഈ ക്രിസ്തുവിന്റെ മാനുഷികതയിൽ വളരണം. കാൽവരി കുന്നിന്റെ കഥ പാടേണ്ട, കാണുനേരം മനുഷ്യരാകാമെങ്കിൽ ബോധിവൃക്ഷ തണൽപ്പെട്ട് നിൽക്കേണ്ട, ബോധം ഉള്ളിൽ ഉദിച്ചിടുമെങ്കിൽ എന്നൊക്കെ പറഞ്ഞ കവിത അയ്യപ്പപ്പണിക്കടയുണ്ട്. കാൽവരിക്കുന്നിന്റെ കഥ പാടേണ്ട, കാണുനേരം മനുഷ്യരാകാമെങ്കിലും. അതുകൊണ്ട് നമുക്ക് നല്ല മനുഷ്യരായിത്തീരുക എന്ന് പറയുന്നതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് നമ്മൾ ഓർക്കും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇന്ന് യേശുവിന്റെ മനുഷ്യത്വത്തെക്കുറിച്ചൊക്കെ വലിയ ധ്യാനങ്ങൾ ആവശ്യമാണ്. കാരണം ഈ മനുഷ്യത്വം എന്ന് പറയുന്നത് ഇല്ലാതായിത്തീരുന്ന, മനുഷ്യത്വം നമുക്കൊക്കെ നിഷേധിക്കപ്പെടുന്ന ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ ഇന്ന് കണ്ടുമുട്ടുന്നവർ. അങ്ങനെയുള്ള അനുഭവങ്ങൾ കൊണ്ട് നമ്മുടെ മനസ്സ് നിറഞ്ഞിരിക്കുകയാണ് ഒരുപക്ഷെ. അപ്പോൾ നമുക്കൊക്കെ കൊടുക്കാനാവുന്നതും ഒക്കെ മനുഷ്യത്വത്തിന്റെ മൂല്യം നിറഞ്ഞ കാര്യങ്ങളാണ്. അതുകൊണ്ട് മനുഷ്യത്വത്തിന്റെ ഗുണങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. പലപ്പോഴും നല്ല ഗുണങ്ങൾ സമ്പാദിക്കുന്ന ആളുകളുടെ എണ്ണം കുറവാണ്. പണ്ടൊക്കെയാണെങ്കിൽ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ നമുക്ക് പുണ്യങ്ങൾ സമ്പാദിക്കുന്നതിനെ കുറിച്ചൊക്കെ പറയുമായിരുന്നു. വിശുദ്ധരുടെയൊക്കെ ജീവിതത്തിന് എടുത്തിട്ട് ആ വിശുദ്ധന്റെ ഈ പ്രത്യേക ഗുണമുണ്ട്, പുണ്യമുണ്ട്.
അതുകൊണ്ട് വിശുദ്ധരെ അനുകരിച്ച് പുണ്യമുള്ളവരായി ജീവിക്കണം എന്നൊക്കെ പറയുന്ന നല്ല പാഠങ്ങളൊക്കെ നമുക്ക് അന്നുണ്ടായിരുന്നു. ഇന്ന് പുണ്യങ്ങളെ കുറിച്ചൊന്നും ആരും ഒരിടത്തും പറയുന്നില്ല. സദ്ഗുണ സമ്പന്നമായ ജീവിതത്തെക്കുറിച്ച് കുട്ടികളെ പഠിപ്പിക്കുന്നില്ല. ശാസ്ത്രം പഠിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ സദ്ഗുണ സമ്പന്നമായ ജീവിതത്തെക്കുറിച്ച് നമുക്ക് പഠിപ്പിക്കാനാവണം നമ്മുടെ തലമുറകളെ. അപ്പോഴാണ് അവർ ക്രിസ്തുവിന്റെ വ്യക്തിത്വത്തിലൊക്കെ വളർന്നു വരിക എന്ന് നമ്മൾ ഓർക്കുന്നു. വാതിൽ ഒരുപാട് അർത്ഥങ്ങൾ നൽകുന്നതാണ്, സാധ്യതകളേക്ക് നമ്മളെ ഓർമ്മപ്പെടുന്നതാണെന്ന് നമ്മൾ അറിയുന്നു. അതുകൊണ്ട് നമ്മൾ ക്രിസ്തുവാകുന്ന വാതിലിലേക്ക് നമ്മൾ എത്തുകയാണ്. ദൈവികതയിലേക്കും മാനുഷികതയിലേക്കും പ്രവേശിക്കാം. നമുക്ക് ശാന്തമായിട്ടൊരു നിമിഷം നിർത്താം. ഉദയേ പക്ഷികളുതിർത്തും സംഗീതത്താൽ തുടിക്കുന്നു ഭൂമിയാകെ. സ്വർലോകനാഥാനി സ്വർഗീയ ഗീതത്താൽ എന്നന്തരംഗം ഉണർന്നീടട്ടെ. ഉഷസ്സിൽ ജീവതുടിപ്പിന ഇമ്പമായി ധരണിയാകെ. ആബാ പിതാവേ സ്നേഹാഗ്നിയാ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. ദൈവികമായ ജീവിതങ്ങൾക്ക്, ദൈവികമായ പ്രവൃത്തികൾക്ക്, ദൈവികമായ മനോഭാവത്തിന്, പ്രതികരണത്തിന് ഒക്കെ നമ്മൾ എന്തുമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ. ദൈവികരായ മനുഷ്യരായിട്ട് നമ്മൾ മാറണം. അതിന് പരിശുദ്ധാത്മ ശക്തി കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളിലുള്ള ദൈവികതയുടെ തോത്, അളവ് നമുക്ക് പരിശോധിച്ചറിയാം. അതുപോലെ തന്നെ നല്ല മനുഷ്യരായിത്തീരുന്നതും ആവശ്യമുള്ള കാര്യമാണ് നമുക്ക് ഓർക്കണം. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സാമൂഹിക ഇടപെടലുകളിൽ ഒക്കെ നന്മയുടെ പൂക്കള് നമ്മൾക്ക് വിരിയിക്കാനാവും. നല്ല സംഭാഷണം, നല്ല പ്രതികരണം, നന്മയുടെ പ്രവൃത്തികൾ, നല്ല രീതിയിലുള്ള മറ്റ് കാര്യങ്ങൾ ഒക്കെ നമുക്ക് ഓർത്താൽ മതി. നമുക്ക് എങ്ങനെ കുറെ കൂടി നല്ല മനുഷ്യരാകാൻ പറ്റും. അതിനുവേണ്ടി നമുക്കിന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമുക്കൊരു നിമിഷം നമ്മുടെ കണ്ണുകളൊക്കെ അടച്ച് തമ്പുരാന്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യേശു പറഞ്ഞു ഞാനാകുന്നു വാതിൽ എന്ന്. യേശുവിലൂടെ നമുക്ക് പ്രവേശിക്കാനാവട്ടെ. പിതാവായ ദൈവമേ, ഈശോയെ നീ ഞങ്ങൾക്ക് തന്നത് ഈശോയിലൂടെ ഞങ്ങൾ പിതാവായ അങ്ങയിലേക്ക് വരാനാണല്ലോ എന്ന് ഞങ്ങൾ ഓർക്കുന്നു. പിതാവിലേക്കുള്ള കവാടം ഞാനാണെന്ന് കർത്താവ് ഞങ്ങളോട് പറയുന്നുണ്ട്. ഓരോ വിശുദ്ധ കുർബാന സ്വീകരണത്തിലെയും ഞങ്ങൾ ഈശോയിലേക്ക് കടന്നു പോകുന്നുണ്ട്. പരിശുദ്ധാത്മാവ് ഞങ്ങൾ നിറയാൻ ഞങ്ങളുടെ ജീവിതത്തിന്റെ കവാടങ്ങൾ ഞങ്ങൾ തുറക്കുന്നുണ്ട്. ത്രിയേക ദൈവമേ, ഞങ്ങളിലെല്ലാവരിലും ഈ കൃപ നിറയാൻ, പ്രത്യേകിച്ച് ഈ വചന സന്ദേശം കേൾക്കുന്ന എല്ലാവരിലും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും സ്നേഹത്തിന്റെ പ്രവൃത്തികളും കർത്താവ് യേശുതമ്പുരാന്റെ മാനുഷികതയും മനുഷ്യത്വത്തിന്റെ എല്ലാ നന്മകളും പരിശുദ്ധാത്മാവിന്റെ ശക്തിയും വരദാനങ്ങളും നിറയാൻ അങ്ങ് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങളുടെ ഈ ചെറിയ ജീവിതങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നതിനോട് ഞങ്ങൾ അങ്ങേ സ്തോത്രം പറയുന്നു. പിതാവായ ദൈവത്തിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ നിറവും യേശുതമ്പുരാന്റെ എല്ലാ മാതൃകകളും കൃപകളും ഞങ്ങളുടെ ജീവിതങ്ങളിൽ നിറയാൻ ഇടയാകട്ടെ എന്ന് ഞങ്ങൾ പ്രത്യേകമായിട്ട് ഈ സമയം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈ പ്രാർത്ഥനകളെ ഞങ്ങൾ സഭയോട് ചേർത്ത് വയ്ക്കുന്നു. സഭയിൽ ഞങ്ങൾ വണങ്ങുന്ന എല്ലാ വിശുദ്ധരോടും അവരുടെ യോഗ്യതകളോടും ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന കാവൽ മാലാഖയോടും സകല മാലാഖമാരോടും അവരുടെ ശക്തികളോടും ഞങ്ങൾ ഞങ്ങളുടെ പ്രാർത്ഥനകളെയും ജീവിതത്തെയും ചേർത്ത് വയ്ക്കുന്നു. ഈ വചന സന്ദേശം കേൾക്കുന്നവരായി എല്ലാവരെയും അവരുടെ കുടുംബങ്ങളെയും കർത്താവായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
എന്റെ ശത്രു എന്റെ മേൽ വിജയം നേടിയില്ല. അതിനാൽ അവിടുന്ന് എന്നിൽ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഞാനറിയുന്നു. എന്നാൽ എന്റെ നിഷ്കളങ്കത നിമിത്തം അവിടുന്ന് എന്നെ താങ്ങുകയും എന്നേക്കുമായി അങ്ങയുടെ സന്നിധിയിൽ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്തു. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ആമേൻ. നല്ല ദൈവമേ, ഈ ദിവസത്തെ അനുഗ്രഹിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സഭയോട് ചേർന്ന് ഞങ്ങൾ ഈ പ്രാർത്ഥനകളെ നിനക്ക് സമർപ്പിക്കുന്നു. പരിശുദ്ധ പിതാവിനോടും എല്ലാ മെത്രാന്മാരോടും വൈദിക സംഘത്തോടും സന്യസ്തരോടും സമർപ്പിതരോടും ആത്മായ സഹോദരങ്ങളോടും ചേർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെ കനിവാർന്ന് കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഈ ദിവസം അങ്ങയുടെ കൃപയിൽ ജീവിക്കാൻ പ്രത്യേകമായ വിധം അനുഗ്രഹിക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുതമ്പുരാന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാ നിറവും നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയ സഹോദരങ്ങളെ, നമ്മളൊരു പുതിയ ദിവസം ആരംഭിക്കുമ്പോൾ ഈ പ്രഭാത വിരുന്നരോട് നമുക്ക് കിട്ടുന്ന നല്ല വിഭവങ്ങൾ നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഈ ദിവസത്തെ കൂടുതൽ ദൈവകൃപയുള്ളതാക്കി മാറ്റാൻ ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു.